ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. BJP OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി രൺജിത് ശ്രീനിവാസൻ വധക്കേസിൽ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി VG ശ്രീദേവിയുടേതാണ് അത്യപൂർവമായ ഈ ശിക്ഷാവിധി. പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരാണ് പ്രതികൾ. രാഷ്ട്രീയ കൊലപാതക കേസിൽ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ വിധിക്കുന്നത് അപൂർവമാണ്. കോടതി വിധിയിൽ സംതൃപ്തരെന്ന് കുടുംബം പ്രതികരിച്ചു. പരമാവധി ശിക്ഷ കൊടുത്തതിൽ സംതൃപ്തരാണ് ഞങ്ങളുടെ നഷ്ടം വളരെ വലുതാണ്. എങ്കിലും കോടതി വിധിയിൽ ഞങ്ങൾക്ക് ആശ്വാസമുണ്ട്. വിധിയിൽ സംതൃപ്തരാണ് ഞങ്ങൾ. എങ്കിലും ഭഗവാന്റെ വേറൊരു വിധിയുണ്ടല്ലോ, പ്രകൃതിയുടെ നീതിയുണ്ട്. അത് ഞങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് പുറകെ വരും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഭഗവാന്റെ വിധി വേറെ ഉണ്ട്, വെച്ചിട്ടുണ്ട്. കോടതി നമ്മളെ രക്ഷിച്ചു. കോടതി വിധിയിൽ സംതൃപ്തരാണ്. അത്രയേ ഉള്ളൂ എനിക്ക് പറയാം. വധശിക്ഷ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ അമ്മേ? പ്രതീക്ഷിച്ചിട്ടുണ്ട്. കോടതി ഇത് സത്യസന്ധമായ കാര്യങ്ങൾ അന്വേഷിച്ച് കോടതിയിൽ എത്തിച്ച ഒരു ടീമുണ്ട്. DYSP ജയരാജ് സാറും അദ്ദേഹത്തിൻ്റെ ടീം. അദ്ദേഹത്തിനുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രോസിക്യൂട്ടറിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ് പ്രോസിക്യൂട്ടർ. അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിന് നമുക്ക് നന്ദി പറഞ്ഞ് വിലയിടാൻ പറ്റില്ല. അതുകൊണ്ട് പക്ഷേ DYSP സാറിനുള്ള നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ടീം വളരെ നന്നായിട്ട് പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ തന്നെ ഈ കാര്യങ്ങൾ കോടതിയിൽ സത്യസന്ധമായ കാര്യങ്ങൾ കോടതിയിൽ എത്തിച്ചത്. ജയരാജ് സാറിൻ്റെ ടീമിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. കൊലപാതകം അപൂർവങ്ങളിൽ അപൂർവമായ ആസൂത്രണത്തിന്റെ ഭാഗമെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് G പടിക്കൽ പറഞ്ഞു. രാഷ്ട്രീയ കൊലപാതകം എന്ന് പറഞ്ഞ് ഒരു കൊലപാതകത്തെ ന്യായീകരിക്കാൻ സാധിക്കുകയില്ല. കോടതി കണ്ടെത്തിയത് ഇത് വളരെ മുൻപ് തന്നെ ലിസ്റ്റുകൾ തയ്യാറാക്കി ഇരയുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ആ ഇരയെ കൊലപ്പെടുത്താനുള്ള തീയതി പിന്നീട് നിശ്ചയിക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകമായതുകൊണ്ട് തന്നെ ഇത് അത്യപൂർവമായ കൊലപാതകമാണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. സംഭവം കണ്ടതായ ദൃക്സാക്ഷികളുടെ മൊഴികൾ ഒരു വലിയ രീതിയിൽ തന്നെ കേസിനെ ഗുണം ചെയ്തിട്ടുണ്ട്. മനീഷ് മഹിപാലും ശ്രീജിത്ത് ശ്രീകുമാരനും കോടതി പരിസരത്തു നിന്ന് വിവരങ്ങൾ നൽകും. മനീഷ്, വിധിയുടെ വിവരങ്ങൾ, അതിൻ്റെ ഉള്ളടക്കം അത് മുഴുവൻ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ടോ? ഒന്ന്, രാജ്യത്ത് തന്നെ ഏതാണ്ട് അപൂർവമായി മാത്രമാണ് ഇത്തരം കേസുകളിൽ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ നൽകുന്നത്. ഒരു അഹമ്മദാബാദിലെ സ്ഫോടന കേസിൽ പ്രതികൾക്ക് മുഴുവൻ വധശിക്ഷ നൽകിയ ഒരു ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഒരാളെ കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ, അതിൻ്റെ ഗൂഢാലോചനയിലൊക്കെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും തൂക്കുകയർ നൽകുന്നത് റയറസ്റ്റ് ഓഫ് റയർ എന്ന എല്ലാ അർത്ഥത്തിലും പറയാവുന്ന ഒരു വിധി ന്യായം തന്നെയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളടക്കം? ഈ മുഴുവൻ പ്രതികളെയും തൂക്കിക്കൊല്ലണമെന്ന് വിധിക്കാൻ ഇടയായ സാഹചര്യം കോടതി എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? വിജയകുമാർ, അതായത് ഈ കേസിൽ നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുക്കാത്ത ഒരു ബ്രൂട്ടൽ കൊലപാതകമാണ്. ആ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുക്കാത്ത ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ആളുകൾക്കും കൊലപാതകം നിലനിൽക്കുമെന്ന വശം കോടതി ചൂണ്ടിക്കാട്ടിയാണ് 15 പേർക്കും തൂക്കുകയർ വിധിക്കുന്നത്. ഈ കേസിൽ 10-ാം പ്രതി നവാസ് നിലവിൽ ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നില്ല. 14 പ്രതികളാണ് ഹാജരായത്. ആ 10-ാം പ്രതി നവാസിന് ഹൃദയ സംബന്ധമായ അസുഖം മൂലം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പക്ഷേ 10-ാം പ്രതി നവാസിനും ഇതേ വകുപ്പുകൾ പ്രകാരമുള്ള ശിക്ഷാവിധി ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അടുത്ത ദിവസം കോടതിയിൽ ഹാജരാകേണ്ട ആവശ്യമില്ല. ഈ വിധി 10-ാം പ്രതിക്ക് കൂടി നടപ്പിലാക്കേണ്ട കാര്യമാണുള്ളത്. ഈ കേസിൽ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത്. അതിൽ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കാണ് ഏറ്റവും കൂടുതൽ വകുപ്പ് പ്രകാരമുള്ളത്. ജീവപര്യന്തം അടക്കമുള്ള വിവിധ വകുപ്പുകളുണ്ട്. ഒപ്പം തന്നെ 15 പ്രതികളും 8 ലക്ഷം രൂപ വീതം 1, 3 ഈ കേസിലെ 1, 3, 8 പ്രതികൾ, അതായത് രൺജിത് ശ്രീനിവാസൻ്റെ അമ്മ, മകൾ, ഭാര്യ, ഒപ്പം തന്നെ ഈ സാക്ഷിയല്ലാത്ത മറ്റൊരു മൂത്ത മകൾക്ക് കൂടി 8 ലക്ഷം രൂപ വീതം ഈ 15 പ്രതികളും കൊടുക്കണം. ഏറ്റവും ഉയർന്ന ശിക്ഷ വധശിക്ഷയാണ്. അത് ഇരിക്കും ആദ്യം നടപ്പിലാക്കുക. ഇനി മേൽക്കോടതിയെ സമീപിച്ചാലും ഇനി ഒരു പക്ഷേ വധശിക്ഷ ഒഴിവാക്കപ്പെട്ടാൽ, അത് ഇളവ് ചെയ്യപ്പെട്ടാൽ പിന്നീട് പ്രതികൾക്കുള്ള ജീവപര്യന്തമായിരിക്കും പരിഗണിക്കപ്പെടുക. പക്ഷേ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നുള്ള നീക്കം എന്താണെന്നുള്ള കാര്യത്തെപ്പറ്റി പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിട്ടില്ല. അഭിഭാഷകനായിട്ടുള്ള PP ഹാരിസ് ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജൂനിയർ അഭിഭാഷകനായിരുന്നു ഇന്ന് ഹാജരായിട്ടുള്ളത്. ഈ കേസിൽ വിജയകുമാർ ചോദിച്ചതുപോലെ വധശിക്ഷയിലേക്ക് കടക്കാൻ സ്വതന്ത്രാനന്ദ ഇന്ത്യയിൽ പോലും ഇത്തരത്തിൽ 15 പ്രതികൾക്ക് ഒരുമിച്ച് വധശിക്ഷ വിധിക്കുന്നത് അത്യപൂർവമാണ്. ഇത് ആദ്യ സംഭവമാണെന്നുള്ള സംശയം അദ്ദേഹം പ്രോസിക്യൂഷൻ അഭിഭാഷകൻ തന്നെ ആ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാക്ഷിമൊഴി ഡിജിറ്റൽ തെളിവാണ്. പ്രതിഭാഗമാണ് ആ സംശയം പ്രകടിപ്പിക്കുന്നത്. മനീഷ്,
ക്ഷമിക്കണം പ്രതിഭാഗമല്ല പ്രോസിക്യൂഷൻ അത്തരത്തിലുള്ള സംശയം പ്രകടിപ്പിച്ചത്. ഈ കേസിൽ സാക്ഷി അതായത് പോലീസിൻ്റെ കുറ്റപത്രത്തിൽ പോലീസ് പറഞ്ഞിരുന്നത് ഈ വീട്ടിനകത്തേക്ക് വന്ന സമയത്ത് വീട്ടിനകത്തേക്ക് കയറിയ 8 പ്രതികൾക്ക് മുഖം മൂടി ഉണ്ടായിരുന്നു. മുഖം മൂടി മാറ്റിയാണ് കൊലപാതകം നടത്തിയത്. പക്ഷേ ഈ കേസിൽ ഇളയ മകൾ ഹൃദ്യ നേരിട്ട് ഈ മുഖം മൂടി മാറ്റി കൃത്യമായും 6 പ്രതികളെ 8ൽ 6 പ്രതികളെയും ഈ കുട്ടി തിരിച്ചറിഞ്ഞു എന്നുള്ളത് ഏറ്റവും നിർണായകമായി. ഒപ്പം തന്നെ എല്ലാ ഡിജിറ്റൽ തെളിവുകളും നഷ്ടപ്പെടാതെ 90 ദിവസം കൊണ്ട് ശേഖരിക്കാൻ ആലപ്പുഴ DYSP NR ജയരാജിന് സാധിച്ചതും ഈ കേസിൽ നിർണായകമായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 3-ാം പ്രതി അനൂപിൻ്റെ ഭാര്യയുടെ ഫോണിൽ നിന്ന് കണ്ടെടുത്ത ഹിറ്റ് ലിസ്റ്റാണ്. മറ്റൊന്ന് ഡിജിറ്റൽ, അതായത് ഗൂഗിൾ മാപ്പ് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള അങ്ങോട്ടേക്കുള്ള രൂപരേഖ, വീട്ടിലേക്കുള്ള രൂപരേഖ. ഒപ്പം തന്നെ ഇവർ നേരത്തെ ഗൂഢാലോചന നടത്തിയതിൻ്റെ CCTV ദൃശ്യങ്ങൾ, ഇവർ വീടിനകത്ത് വന്നതിൻ്റെ ഫിംഗർ പ്രിൻറ്റുകൾ അടക്കമുള്ള തെളിവുകൾ ഒക്കെ തന്നെ ഈ കേസിൽ പ്രധാനപ്പെട്ട തെളിവായി മാറി. വളരെ ബ്രൂട്ടലായ കൊലപാതകമായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഈ ഫോണിലെ ആ ഹിറ്റ് ലിസ്റ്റിൽ ആദ്യത്തെ പേര് രഞ്ജിത്ത് ശ്രീനിവാസന്റേതായിരുന്നു. അപ്പോൾ അതിന് താഴെ കുറെ പേരുകളുണ്ട്. അപ്പോൾ രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകിയില്ലെങ്കിൽ ആ ഹിറ്റ് ലിസ്റ്റിലെ മറ്റുള്ളവർക്ക് കൂടി അവരുടെ ജീവന് കൂടി ഭീഷണിയാണ് എന്നത് പ്രോസിക്യൂഷന്റെ തുടക്കം തൊട്ടുള്ള വാദമായിരുന്നു. അത് ഇതിൽ വിചാരണ കോടതി കണക്കിലെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാദമുഖമാണെന്ന് തോന്നുന്നു, അല്ലേ? വിജയകുമാർ ആ ഒരു വാദം കണക്കിലെടുത്തു. പക്ഷെ അതിനപ്പുറം പ്രതിഭാഗം നിരത്തിയ ചില വാദങ്ങളുണ്ട്. ഈ TP ചന്ദ്രശേഖരൻ കൊലക്കേസ്, ജയകൃഷ്ണൻ മാസ്റ്റർ കൊലക്കേസ്, അത്തരത്തിൽ രാഷ്ട്രീയ കൊലപാതകം കേരളത്തിൽ അസാധാരണമല്ല, സാധാരണ സംഭവിക്കുന്ന കേസാണ്. പ്രതികളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകമാണെന്ന് സ്ഥാപിക്കാൻ ഇവിടെ പ്രതിഭാഗം കോടതിയിൽ പല വാദങ്ങളും ഉന്നയിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊക്കെയും പ്രോസിക്യൂഷൻ്റെ വാദങ്ങളാണ് കോടതി അംഗീകരിച്ചത്. കാരണം അത്രത്തോളം ബ്രൂട്ടലായി നടത്തിയ കൊലപാതകമെന്ന് സ്ഥാപിക്കാൻ അവിടെ പ്രോസിക്യൂഷന് കഴിഞ്ഞിരുന്നു. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച തെളിവുകളുണ്ട്. ഒപ്പം തന്നെ വിജയകുമാർ നേരത്തെ പറഞ്ഞ ഹിറ്റ് ലിസ്റ്റ്, ഈ ഹിറ്റ് ലിസ്റ്റിൽ പോലീസ് നടത്തിയ കുറ്റപത്രത്തിൽ പറയുന്നത് ഒന്നാമത്തെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് രഞ്ജിത്ത് ശ്രീനിവാസൻ അല്ലായിരുന്നു. പക്ഷേ അവരുടെ നേതാവായിട്ടുള്ള SDP സംസ്ഥാന സെക്രട്ടറി KS ഷാനെ കൊലപ്പെടുത്തി. KS ഷാൻ അവരുടെ തരത്തിലൊരു സൗമ്യ മുഖമായിരുന്നു. അതുകൊണ്ട് തന്നെ മറുതലത്തിൽ മറ്റ് സംഘടനയിലെ നേതാവിനെ കൂടി തിരഞ്ഞെടുത്തപ്പോൾ മറ്റൊരു സൗമ്യ മുഖം ഉണ്ടായിരുന്നു. രഞ്ജിത്ത് ശ്രീനിവാസൻ 3-ാമതോ 4-ാമതോ ആയിരുന്നു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഹിറ്റ് ലിസ്റ്റ് ഒരിക്കൽ സ്ഥാപിച്ചാൽ അത് മാറാതിരിക്കുന്നതല്ല. ഓരോ ഘട്ടത്തിലും ആ ഹിറ്റ് ലിസ്റ്റിന്റെ പ്രയോറിറ്റി അനുസരിച്ച് മാറി വരുന്നതാണ്. ശരി മനീഷ്, എന്തായാലും ആ വിധിപ്പകർപ്പിന്റെ പൂർണ്ണരൂപം പുറത്തു വരുമ്പോൾ കോടതി അതിന്റെ നിഗമനങ്ങൾ വ്യക്തത വരുത്തിയിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ ആ ഘട്ടത്തിൽ നമുക്ക് പരിശോധിക്കാം. ശ്രീജിത്ത്, ഈ പ്രതികരണങ്ങൾ എന്തൊക്കെയായിരുന്നു? കുടുംബം അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്, പ്രോസിക്യൂഷൻ അതിൽ സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രതിഭാഗം എന്തെങ്കിലും നീക്കങ്ങൾ നടത്തുന്നുണ്ടോ നിയമപരമായി? എന്താണ് അവരുടെ മറുപടി? വിജയകുമാർ, ആദ്യമേ പറയട്ടെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതാപ് ജി പടിക്കലുമായി സംസാരിക്കുമ്പോൾ അവരുടെ ടീം പോലും ഒരുപക്ഷെ ഇത്തരത്തിലൊരു വിധി 15 പ്രതികൾക്ക് അത്യപൂർവങ്ങളിൽ അപൂർവമെന്നൊക്കെ അദ്ദേഹം വിശേഷിപ്പിച്ചു. സ്വാഭാവികമായി ഈ 15 പ്രതികൾക്കും 1 മുതൽ 8 വരെയുള്ള പ്രതികളാണ് ഈ കുറ്റകൃത്യം നേരിട്ട് ചെയ്തത്. 302-ാം വകുപ്പ് അവരുടെ മേൽ കൃത്യമായ രീതിയിൽ നിലനിൽക്കുമെന്ന് കോടതി പറഞ്ഞിരുന്നു. അതുകൂടാതെ മറ്റു പ്രതികൾ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളാണ് മറ്റു പ്രതികളുടെ മേൽ വന്നിരുന്നത്. 302-ാം വകുപ്പ്, അതായത് ഈ കൊലപാതക കുറ്റം ഇവരുടെ പേരിൽ നിലനിൽക്കും കോടതി പറഞ്ഞിരുന്നു. പക്ഷേ അവരെ പോലും, പ്രോസിക്യൂഷനെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഈ 15 പ്രതികൾക്കും പരമാവധി ശിക്ഷ, വധശിക്ഷ എന്ന തരത്തിലേക്ക് ജഡ്ജി VJ ശ്രീദേവി പോവുകയായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാഭാവികമായി അവർ പറയുന്നത് തങ്ങളുടെ വാദങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചു. അതിലേറ്റവും എടുത്തു പറയേണ്ടത് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഹിറ്റ് ലിസ്റ്റ് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. അത് 3-ാം പ്രതി അനൂപ് മുഹമ്മദിന്റെ ഭാര്യയുടെ ഫോണിൽ നിന്നാണ് അത്തരത്തിൽ ഹിറ്റ് ലിസ്റ്റ് ലഭിക്കുന്നത്. നേരത്തെ മനീഷ് സൂചിപ്പിച്ചതുപോലെ അതിലൊരു പ്രധാനപ്പെട്ട പേരുകാരനെ ആയിരുന്നില്ല രഞ്ജിത്ത് ശ്രീനിവാസൻ, പേരുകാരനായിരുന്നു. പക്ഷേ ഇതിനു മുൻപ് തന്നെ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ സംഭവിക്കുമ്പോൾ ആരെയെല്ലാം കൊല്ലണമെന്നത് കൃത്യമായ രീതിയിൽ അവർ നോക്കി വച്ചിട്ടുണ്ടായിരുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് അത് എന്ന് കൃത്യമായ രീതിയിൽ പ്രോസിക്യൂഷന് വാദിക്കാൻ കഴിഞ്ഞു. അത് കോടതിയിൽ എത്തിക്കാൻ കഴിഞ്ഞു. അത് കൃത്യമായ രീതിയിൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അതിൻ്റെയൊക്കെ തന്നെ പരിണിത ഫലമാണ് ഏറ്റവും ഒടുവിൽ വധശിക്ഷ എന്ന തരത്തിലേക്ക് പോയിട്ടുള്ളത്. രഞ്ജിത്ത് ശ്രീനിവാസന്റെ കുടുംബവും വളരെ സന്തോഷം തന്നെയാണ് അക്കാര്യത്തിൽ പ്രകടിപ്പിച്ചത്. എന്തായാലും പ്രതിഭാഗത്തിൻ്റെ ഒരു പ്രതികരണം
നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിഭാഗത്തിന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് പി ഹാരിസ്, അദ്ദേഹം കഴിഞ്ഞ ദിവസം ശരി, സുജിത്ത്, എന്താണ് ആ പ്രതിഭാഗത്തിന് പറയാനുള്ളത് എന്നത് അവർ തന്നെ വിശദീകരിക്കട്ടെ. അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കലിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു പ്രോസിക്യൂഷനെ നയിച്ചത്. മുഴുവൻ പ്രതികൾക്കും തൂക്കുകയർ ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ഉത്തരവിന്റെ പകർപ്പ് വരാനിരിക്കുന്നതേ ഉള്ളൂ. മനീഷ് മഹിപാലും ശ്രീജിത് ശ്രീകുമാരനുമാണ് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴ തുടരുന്നു. ഖനന അഴിമതി കേസിൽ ഒളിവിലുള്ള ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്യാൻ ഇഡി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിൽ നിയമോപദേശം തേടി. വിമാനത്താവളങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. നിയമസഭാ സമ്മേളനം ചേരാനിരിക്കെയാണ് നടപടിയെന്ന് കാട്ടി ഹേമന്ത് സോറൻ ഇഡിക്ക് കത്തയച്ചിട്ടുണ്ട്. ഹേമന്ത് സോറന്റെ ഡൽഹിയിലെ വസതിയിൽ നിന്ന് 2 ആഡംബര കാറുകളും പണവും പിടിച്ചെടുത്തുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അച്യുതൻ, വലിയ നാടകീയ നീക്കങ്ങളാണല്ലോ ഈ വിഷയത്തിൽ ഡൽഹിയിൽ നടക്കുന്നത്. പരിശോധനകൾ പലയിടത്തും നടക്കുന്നുണ്ട്. വിമാനത്താവളങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. ജെഎംഎം നേതാക്കൾ എവിടെയാണ്? ആരുടെയും പ്രതികരണങ്ങളൊന്നും വരുന്നില്ലല്ലോ. വിജയകുമാർ, ഈ ഖനന അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറിന് പിന്നാലെയാണ് ഇപ്പോൾ ഇ ഡിയുടെ നീക്കങ്ങൾ. അദ്ദേഹം ഡൽഹിയിൽ എത്തിയ സമയത്താണ് ഇ ഡിയിൽ അദ്ദേഹത്തെ ലക്ഷ്യം വെച്ച ഇന്നലെ ഡൽഹിയിൽ എത്തിയത്. തുടർന്ന് അദ്ദേഹത്തിന്റെ വസതിയിലടക്കം പരിശോധനകൾ നടത്തി. അതിന്റെ ഭാഗമായാണ് ഈ 2 ആഡംബര കാറുകളും ഒപ്പം ഈ 36 ലക്ഷം രൂപ കണ്ടെടുത്തതുമായി ഇ ഡി വൃത്തങ്ങൾ അറിയിച്ചത്. ഒപ്പം ഇന്നലെ രാത്രി റാഞ്ചിയിൽ അദ്ദേഹത്തിന്റെ വസതിയിലും ഇ ഡി സംഘം എത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ഈ 2 ഇടങ്ങളിലും ഇ ഡിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് ഇ ഡിയുടെ നീക്കങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ്, സംസ്ഥാന സർക്കാരിൻ്റെ നടപടികളെ അല്ലെങ്കിൽ അതിനെ അസ്ഥിരപ്പെടുത്തുന്ന ഒരു നീക്കമാണ് ഇ ഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നതാണ് അദ്ദേഹം ഇ ഡിക്ക് അയച്ച കത്തിൽ പരാമർശിക്കുന്നത്. ഒപ്പം ഈ നിരോധനാജ്ഞ പലയിടങ്ങളിലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. റാഞ്ചിയിലെ അദ്ദേഹത്തിൻ്റെ വസതിക്ക് മുൻപിലും രാജ്ഭവനും അതുപോലെ തന്നെ ഇ ഡിയുടെ ഓഫീസിന് മുന്നിലും ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഒരു മുൻകരുതലിൻ്റെ ഭാഗമായി തന്നെ ഈ ഭരണകക്ഷി MLA-മാരോട് റാഞ്ചിയിൽ തന്നെ തുടരുവാനുള്ള നിർദ്ദേശവും പാർട്ടി നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള നീക്കങ്ങൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നും മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കഴിഞ്ഞ ജനുവരി 20-ന് ഹേമന്ത് സോറിനെ ഇ ഡി അദ്ദേഹത്തിന്റെ വസതിയിലെത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ അതിൽ കൂടുതൽ വിവരങ്ങൾ തേടാനായാണ് ഇ ഡി വീണ്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് 9ാമതും സമൻസ് നൽകുന്നത്. 29-നും 31-നും ഹാജരാകാനായിരുന്നു നിർദ്ദേശം. എന്നാൽ അതിൽ മറുപടി വരാത്തതിനെ തുടർന്നാണ് ഇ ഡിയുടെ നീക്കങ്ങൾ ഉണ്ടായത്. തുടർന്ന് മെയിൽ വഴി ഇന്നലെ ഹേമന്ത് സോറൻ 31-ന് ഹാജരാകാമെന്ന് അറിയിക്കുകയുമുണ്ടായി. എന്തായാലും വലിയ നാടകീയമായിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ജാർഖണ്ഡിലെ ഈ ഖനന അഴിമതി കേസുമായി ബന്ധപ്പെട്ട പുരോഗമിക്കുന്നത്. വിജയകുമാർ. ഹേമന്ത് സോറന്റെ ഡൽഹിയിലെ വസതിയിൽ നിന്ന് 2 ആഡംബര കാറുകൾ, അതുപോലെ ഏതാണ്ട് 36 ലക്ഷം രൂപയൊക്കെ പിടിച്ചുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. ജെഎംഎം നേതാക്കളുടെ പ്രതികരണങ്ങൾ വരുന്നില്ല. ഹേമന്ത് സോറൻ ഇന്നലെ ഒരു കത്ത് ഇ ഡിക്ക് നൽകി. നിയമസഭാ സമ്മേളനം നടക്കാനിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ചോദ്യം ചെയ്യൽ ഒഴിവാക്കണമെന്ന്. അതിനപ്പുറത്തേക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. നാടകീയമാണ് ഇക്കാര്യത്തിലെ ഡൽഹിയിലെ നീക്കങ്ങൾ. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച അല്പസമയത്തിനകം നടക്കും. ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണിക്കൂർ സഭാ നടപടികൾ നിർത്തിവെച്ചാണ് ചർച്ച. സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയതിൽ പ്രതിപക്ഷത്തോട് നന്ദി പറയുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കോൺഗ്രസിലെ റോജി എം ജോൺ ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്നും. ഷഫീദ്, അല്പസമയത്തിനകം അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ച തുടങ്ങുകയാണ്. മുഖ്യമന്ത്രിക്ക് ഇതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു എന്ന് നേരത്തെ റിപ്പോർട്ടുകളിൽ പരാമർശമുണ്ടായിരുന്നു. എന്തായാലും ഒരു ചൂടേറിയ ചർച്ച പ്രതീക്ഷിക്കാം, അല്ലേ? വിജയകുമാർ, ഉറപ്പായിട്ടും. കാരണം നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചും ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ചില നിലപാടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ സാഹചര്യത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് അടിയന്തര പ്രമേയ ചർച്ചയിൽ ഇരു കൂട്ടരും ഉന്നയിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ചില കൗതുകങ്ങൾക്കും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് റോജി എം ജോൺ ആണ് ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. അതിൽ പറഞ്ഞിരുന്ന കാര്യം അത് കേന്ദ്ര സർക്കാരിന്റെ ചില നയങ്ങളും അതേപോലെ തന്നെ സംസ്ഥാനത്തിന്റെ കെടുകാര്യസ്ഥത അടക്കമുള്ള വിഷയങ്ങളും സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് വഴിവെച്ചതടക്കമുള്ള വിഷയങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നുള്ളതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട റോജി എം ജോണിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന്റെ ആവശ്യം. എന്നാൽ അതിന് പിന്നാലെ വളരെ പ്രധാനപ്പെട്ട ചർച്ച സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. പ്രതിപക്ഷം അത് ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രി അറിയിക്കുന്നു. ഏതായാലും ഒരു ചൂടേറിയ ചർച്ച അടുത്ത 2 മണിക്കൂർ നമുക്ക് നിയമസഭയിൽ പ്രതീക്ഷിക്കാം. അല്പസമയത്തിനകം അതിന്റെ തത്സമയ വിവരങ്ങളിലേക്ക് നമുക്ക് പോവുകയും ചെയ്യാം. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുകയാണ്.